ബേർ സീരീസിന്റെ 6ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സുഹൃത്ത് വവ്വാൽ കുടുംബത്തിലെ ഇന്ത്യൻ ഫ്ലെയിങ് ഫോക്സ് അഥവാ പഴം വവ്വാൽ അഥവാ ചെമ്പൻ വവ്വാൽ അഥവാ പറക്കും കുറുക്കനാണ്. ഇവിടെ വളരെയധികം കാണപ്പെടുന്ന വവ്വാലിനെ ഭയപ്പെടാത്തവർ ആരാണ്? ഇത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഇത് പകൽ സമയത്തല്ല, മറിച്ച് രാത്രിയിൽ പെട്ടെന്ന് മുന്നിൽ വരുന്നു, മരങ്ങളിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നു, കൃത്യം വേതാളത്തെപ്പോലെ. കൂടാതെ ചോരയിൽ മുങ്ങിയ ഡ്രാക്കുളയെപ്പോലെയുള്ള ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഭയപ്പെടുത്തുന്ന രാത്രികാല കഥകളും. ലോകത്തിലെ ആയിരക്കണക്കിന് വവ്വാൽ വർഗ്ഗങ്ങളിൽ 3 വർഗ്ഗങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ രക്തം കുടിക്കുന്നത്. എന്നാൽ അവ ഇന്ത്യയിൽ കാണപ്പെടുന്നില്ല. ഇവിടെ കാണപ്പെടുന്ന ഈ ഇന്ത്യൻ ഫ്ലെയിങ് ഫോക്സ് രക്തമല്ല, മറിച്ച് പഴങ്ങളുടെയും പൂക്കളുടെയും നീരാണ് കുടിക്കുന്നത്. വരൂ, ഇന്ന് ഈ ഭയപ്പെടുത്തുന്ന വവ്വാലിന്റെ രഹസ്യങ്ങളുടെ നമുക്ക് ചുരുളൊഴിക്കാം. ഇതൊരു പക്ഷിയല്ല, പറക്കുന്ന ഒരു സസ്തനി അഥവാ മാമ്മൽ ആണ്. ഇത് മുട്ടയിടുകയല്ല, കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും തന്റെ കുഞ്ഞിന് പാലൂട്ടുകയും ചെയ്യുന്നു. ഇനി നോക്കൂ, ഇത് എങ്ങനെയാണ് തലകീഴായി തൂങ്ങിക്കിടക്കുന്നത്. ഇതിന്റെ കാൽവിരലുകളുടെ അറ്റത്ത് ശക്തമായ വളഞ്ഞ നഖങ്ങളുണ്ട്, കൃത്യം ഒരു കൊളുത്തുപോലെ. ഈ കൊളുത്തുകൾ ഉപയോഗിച്ച് ശാഖയെ ശക്തമായി പിടിക്കുന്നു. പിന്നെ ശരീരം താഴെ, കാലുകൾ മുകളിൽ. എന്നാൽ ഇതിന്റെ ചിറകുകളിലും ഈ കൂർത്ത കൊളുത്തുണ്ട്. ഇത് ഭക്ഷണം പിടിക്കാനും തൂങ്ങിക്കിടന്നുകൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇഴയാനും ഉപയോഗിക്കുന്നു. ഇതിന്റെ ചിറക് സാധാരണ ചിറകല്ല. ഇത് യഥാർത്ഥത്തിൽ രൂപമാറ്റം സംഭവിച്ച അതിന്റെ കൈയാണ്. തടിച്ച അസ്ഥി, ഇതിന്റെ കൈ, നീളമുള്ള അസ്ഥികൾ ഇതിന്റെ വിരലുകൾ ആണ്. പിന്നെ കൊളുത്ത് ഇതിന്റെ നഖങ്ങൾ ആണ്. പ്രകൃതി ഇതിന്റെ വിരലുകൾക്ക് ഇത്രയധികം നീളം നൽകുകയും അവയുടെ ഇടയിൽ ഒരു നേർത്ത പാട വിരിക്കുകയും ചെയ്തു. അങ്ങനെ അത് ചിറകായി മാറി. ഇനി ഇത് എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഇത് താഴേക്ക് വരുന്നു, അല്പം വെള്ളം വായിലാക്കുന്നു, ശരീരം നനച്ചു പറന്നു പോകുന്നു, മരത്തിനു മുകളിൽ ചെന്ന് സുഖമായി തന്റെ ശരീരത്തിലെ വെള്ളം നക്കി കുടിക്കുന്നു. ഇത് പൂക്കളുടെ തേൻ നുകരുന്നു, ഒപ്പം മരങ്ങളുടെ പരാഗണത്തിന് സഹായിക്കുന്നു. ഇത് കഴിക്കുന്ന പഴങ്ങളുടെ വിത്തുകൾ ദൂരെ ദൂരെ വ്യാപിപ്പിക്കുന്നു. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഇത് നമ്മുടെ ശത്രുവാണോ അതോ സുഹൃത്താണോ? മിഥ്യകളും വസ്തുതകളും. എല്ലാ വവ്വാലുകളും അന്ധരാണെന്നും സോനാർ അഥവാ ശബ്ദപ്രതിഫലനം ഉപയോഗിച്ചാണ് അവ വസ്തുക്കൾ കണ്ടെത്തുന്നത് എന്നുമാണ് ആളുകൾ കരുതുന്നത്. എന്നാൽ ഫ്ലെയിങ് ഫോക്സിന് അത്തരം കഴിവുകളൊന്നുമില്ല. ഇവയ്ക്ക് കാഴ്ചയ്ക്കുള്ള അതിശയകരമായ കഴിവുണ്ട്. അതുകൊണ്ട് ഇവയ്ക്ക് കടുത്ത വെയിലിലും കൂരിരുട്ടിലും ഒരുപോലെ വ്യക്തമായി കാണാനും നിറങ്ങൾ തിരിച്ചറിയാനും സാധിക്കും. ഇവ നിശബ്ദരായിരിക്കുന്നതിന് പകരം പരസ്പരം സംസാരിക്കുന്നതിനായി വളരെ ഉച്ചത്തിലുള്ളതും വ്യക്തമായി കേൾക്കാൻ കഴിയുന്നതുമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇവ വളരെ സാമൂഹിക ജീവികളാണ്. ഓർക്കുക, ഇതൊരു രാത്രിയിലെ രാക്ഷസനല്ല, മറിച്ച് നമ്മുടെ ഒരു സുന്ദരനായ സുഹൃത്താണ്.